Good morning, students. Next, we are going to a small topic known as re-entrant cavities. ഇത് സാധാരണ കേസിൽ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കുന്നതാണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ re-entrant cavities. ഇപ്പോൾ ഈ re-entrant cavity എന്ന് പറയുന്നത് it is basically a re-entrant cavity is one in which the metallical boundaries extend into the interior of the cavity. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ബഞ്ചർ ക്യാവിറ്റി പിന്നെ അതുപോലെ തന്നെ ക്യാച്ചർ ക്യാവിറ്റി ഒക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും ഒരു റീ എൻട്രൻറ്റ് ക്യാവിറ്റി ടൈപ്പിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺസിഡർ ചെയ്യണം, നമ്മുടെ നോർമൽ അറ്റ് ലോ ഫ്രീക്വൻസി ക്യാവിറ്റി റെസനേറ്റർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ലംപ് കോൺസ്റ്റൻറ്റ് റെസണൻസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ കേസിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന മൈക്രോവേവ് സിഗ്നൽസ് ആണ്. മൈക്രോവേവ് സിഗ്നൽസ് പറഞ്ഞാൽ ഹയർ ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ ഒരിക്കലും നമുക്ക് അതിൻ്റെ റെസനേറ്ററിനെ ഒരിക്കലും ഒരു LNC വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ റെപ്രസെൻറ്റ് a cavity resonator by an LNC circuit only at low frequency. അപ്പോൾ അറ്റ് മൈക്രോവേവ് ഫ്രീക്വൻസി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? LNC must be reduced to a minimum to maintain a resonance. അതാണ് നമ്മൾ എന്തിൽ പഠിച്ചത്? ക്യാവിറ്റി റെസനേറ്ററിൽ പഠിച്ചത്. അത് വെച്ചാണ് F=1/2π√LC. അതായത് നമ്മുടെ കണ്ടീഷൻ ഒരു റെസനൻറ്റ് ഫ്രീക്വൻസി വെച്ചാണ് നമ്മൾ എന്തിൽ പഠിച്ചത്? റെക്ടാങ്കുലർ ക്യാവിറ്റി റെസനേറ്ററിൽ പറഞ്ഞേക്കണം. ഇനി റീ എൻട്രൻറ്റ് ക്യാവിറ്റി ആ പേരിൽ തന്നെയുണ്ട്, റീ ആയിട്ട് എൻ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ടൈപ്പ് ഓഫ് ക്യാവിറ്റി റെസനേറ്റർ തന്നെയാണ്. ബട്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ മെറ്റാലിക് ബൗണ്ടറീസ്, അതായത് അതിന് ചുറ്റുമുള്ള മെറ്റാലിക്കൽ ബൗണ്ടറീസ് എക്സ്റ്റെൻഡ് ഇൻ ടു ദ ഇൻറ്റീരിയർ ഓഫ് ക്യാവിറ്റി. നേരത്തെ നമ്മൾ പഠിച്ച റെക്ടാങ്കുലർ ക്യാവിറ്റി റെസനേറ്റർ എന്ന് പറയുന്ന റീ എൻട്രൻറ്റ് ക്യാവിറ്റി അല്ല. കാരണം അതെന്ന് പറഞ്ഞാൽ രണ്ടറ്റം അടച്ചിട്ടേക്കുന്നു. ആ രണ്ടറ്റം അടച്ചിട്ടേക്കണതിന് നമ്മൾ അതിനകത്ത് റെസനൻറ്റ് കണ്ടീഷൻ വരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് ക്യാവിറ്റി റെസനേറ്റർ ഇൻ വിച്ച് ഇതൊരു റെസനേറ്ററാണ് ഇൻ വിച്ച്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെറ്റാലിക് ബൗണ്ടറീസ് കണ്ടോ, ഇതാണ് മെറ്റാലിക് ബൗണ്ടറീസ് എക്സ്റ്റെൻഡ് ഇൻറ്റീരിയർ ഇൻ ടു ദ ക്യാവിറ്റി. നമുക്കറിയാം ഇപ്പോൾ ഇത് രണ്ടും അടച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ക്യാവിറ്റി. പക്ഷേ ഈ ക്യാവിറ്റിയുടെ ഒരറ്റം, അതായത് ഇവിടുത്തെ ഒരറ്റം ഇവിടുത്തെ ഒരറ്റം അകത്തോട്ട് കയറിയിരിക്കുമല്ലേ. So that is a re-entrant cavity is one in which the metallic boundaries extend into the interior of the cavity. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്യാവിറ്റീനെ പറയുന്ന പേരാണ് re-entrant cavities. അതായത് ഇത്രയേ ഉള്ളൂ, സാധാരണ ഒരു ക്യാവിറ്റി റെസനേറ്ററിൽ തന്നെ പക്ഷേ അതിൻ്റെ മെറ്റാലിക് ബൗണ്ടറീസ് കുറച്ചും കൂടെ ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് re-entrant cavity. അതായത് നമ്മളിപ്പോൾ പഠിച്ച ബഞ്ചിങ് ക്യാവിറ്റി ആണെങ്കിലും ക്യാച്ചർ ക്യാവിറ്റി ആണെങ്കിലും ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് re-entrant cavity ആണ്. സോ ഇതിന് ജനറലി പറയുന്ന ഒരു പേരാണ് കൊയാക്സിയൽ ക്യാവിറ്റി. അടുത്തതെന്ന് പറഞ്ഞാൽ റേഡിയൽ ക്യാവിറ്റി. ഇതെല്ലാം ഈ ഓരോ ഷേപ്പ് വെച്ച് പറയുന്നതാണ്. അടുത്തത് ഇങ്ങനെ പറയുന്നത് ട്യൂണബിൾ ക്യാവിറ്റി, അതായത് ഇതും ഇതിൻ്റെ ഒരു കുറച്ച് പോകും അകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ടൊറോയിഡൽ ക്യാവിറ്റി. ടൊറോയിഡൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കുലർ ആയിരിക്കും, പക്ഷെ ഇത് അകത്തോട്ട് കയറുന്നു, ഇവിടെ അകത്തോട്ട് വലിച്ചു കയറുന്നു. സോ ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീ എൻട്രൻറ്റ് ക്യാവിറ്റീസ്. അത് കൂടാതെ വേറൊരു ടൈപ്പും കൂടിയുണ്ട്, ബട്ടർഫ്ലൈ ക്യാവിറ്റി. അപ്പോൾ ഇതാണ് ഓരോ ടൈപ്പ് ഓഫ് റീ എൻട്രൻറ്റ് ക്യാവിറ്റീസ്. വൺ ഇസ് എ കൊയാക്സിയൽ ക്യാവിറ്റി, അടുത്തത് റേഡിയൽ ക്യാവിറ്റി, പിന്നെ ട്യൂണബിൾ ക്യാവിറ്റി, ടൊറോയിഡൽ ക്യാവിറ്റി, ബട്ടർഫ്ലൈ ക്യാവിറ്റി. ഓക്കെ, ഇനി ഇത് കൂടാതെ നമ്മൾ ജനറലി ഇതിലൊരു എക്സാമിന് ഒരിക്കൽ ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്, ഷോ ദാറ്റ് കൊയാക്സിയൽ റീ എൻട്രൻറ്റ് ക്യാവിറ്റി സപ്പോർട്ട്സ് ഇൻഫിനിറ്റ് റെസനൻറ്റ് ഫ്രീക്വൻസീസ് ഓർ മോഡ്സ് ഓഫ് ഓസിലേഷൻ. അതായത് കൊയാക്സിയൽ റീ എൻട്രൻറ്റ് ക്യാവിറ്റിക്കകത്ത് ഇൻഫിനിറ്റ് റെസനൻറ്റ് ഫ്രീക്വൻസി പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് കൊയാക്സിയൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കൊയാക്സിയൽ ലൈൻ പോലെയാണ്, ദാറ്റ് ഈസ് ഷോർട്ടഡ് അറ്റ് 2 ends ആൻഡ് ജോയിൻഡ് അറ്റ് എ സെൻറ്റർ ബൈ എ കപ്പാസിറ്റർ. അതായത് ഇതിൻ്റെ രണ്ടറ്റവും ഷോർട്ടഡ് ആണ്, എന്നിട്ട് ഇതും കണ്ട് അകത്തോട്ട് രണ്ടറ്റവും ഷോർട്ട് ചെയ്തിട്ടുണ്ട്, അകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചേക്കുന്നതാണ് ഈ പടം. So it is similar to a coaxial label, shorted at 2 ends and joined at the center by a capacitor. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഈ കാണിച്ചേക്കണത്. അതായത് ഈ ലെങ്ത്തിനെയാണ് ഈ ലെങ്ത്ത് വെച്ച് കാണിച്ചേക്കണത്. ഇവിടെ അകത്തോട്ട് ഇത് കണ്ടത് എക്സ്റ്റീരിയർ കയറിയിട്ടുണ്ട്, ഇതാണ് D. ഇതാണ് ഇൻഫിനിറ്റ് മോഡ് ഓഫ് റെസൊല്യൂഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് സാധാരണ കേസിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസിൻ്റെ ഒരു ഇക്വേഷനാണ് Z0 = 1/2π√of μ/ε into L നാച്ചുറൽ ലോഗരിതം ഓഫ് B/A. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസിൻ്റെ. അപ്പോൾ അതിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന രണ്ടറ്റവും ഷോർട്ട് ചെയ്തേക്കുന്നു, രണ്ടറ്റം ഷോർട്ട് ചെയ്ത്. അപ്പോൾ ഒരു ഷോർട്ട് എൻഡിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ്, ഇത് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ്. ഇത് ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ZN = J ×
Z0 ഇൻറ്റു ടാൻ ബീറ്റ എൽ. ഇത് രണ്ടും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാവുന്ന ഈ ഇക്വേഷൻ, അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ്, കാരണം ഇമ്പിഡൻസിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, ഇമ്പിഡൻസിൽ നിന്ന് നമ്മുടെ എന്താണ് റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടീഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇസഡിൻ ഇസ് ഈക്വൽ ടു ജെ ഇൻറ്റു Z0 ഇൻറ്റു ടാൻ ബീറ്റ എൽ. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ Z0 ഉണ്ടല്ലോ, ഇവിടെ ഈ Z0യ്ക്ക് പകരം ഈ Z0യുടെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇസഡിൻ ഇസ് ഈക്വൽ ടു ജെ ഇൻറ്റു 1/2π റൂട്ട് ഓഫ് മ്യൂ ബൈ എപ്സിലോൺ എൽ എൻ ബി ഐ ബൈ എ ടാൻ ബീറ്റ എൽ. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തു, ഇത് ഒരൊറ്റ കൊയാക്സിയൽ ലൈനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പറഞ്ഞാൽ ഇസഡിൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻഡക്ടർ എഫക്റ്റും ഉണ്ട്, കപ്പാസിറ്റൻസ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് അറ്റം ഉണ്ട്. രണ്ട് എൻഡ്സും ഷോർട്ടഡ് ആണ്. ഒരു എൻഡ് ഷോർട്ടഡ് ആണെങ്കിൽ ഉള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇസഡിൻ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ട് അറ്റവും ഷോർട്ടഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് എന്താ, ഇൻഡക്റ്റൻസ്. എക്സ് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഒമേഗ. നമ്മളിത് എപ്പോഴും പഠിച്ച ഇക്വേഷനാണ്. പക്ഷേ ഇവിടെ രണ്ട് അറ്റവും ഷോർട്ടഡ് ആയതുകൊണ്ട് രണ്ട് എഫക്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 ഇൻറ്റു എക്സിൻ ബൈ ഒമേഗ എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു എക്സിൻ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് ഈ എക്സിൻ എന്ന് പറയുന്നത്, അതായത് ഇത് ജനറൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇമ്പിഡൻസ് ആണ്. അതായത് ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇൻഡക്റ്റൻസും ഉണ്ട്, കപ്പാസിറ്റൻസും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇൻഡക്റ്റൻസ്, അതായത് ഈ ഒരു രീതിയിൽ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻഡക്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഇസഡിൻ, അതായത് 2 ഓഫ് എക്സിൻ ബൈ ഒമേഗയ്ക്ക് പകരം എക്സിന് പകരം നമുക്ക് എന്തെന്ന് ചിന്തിക്കാം, ഇസഡിൻ തന്നെയായിട്ട് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് മീൻസ് ദാറ്റ് ബിക്കംസ് 2 ഇൻറ്റു, ഓക്കെ, 2 ഇൻറ്റു എന്തെന്ന് വരും, ഇത് ശരിക്കും എക്സിന്നോ അല്ലെങ്കിൽ ഇസഡിൻ, കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഇസഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇല്ല എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എക്സിനും ഇസഡിനും എന്താണ്, സെയിം ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ഇസഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, കപ്പാസിറ്റൻസ് പ്ലസ് ഇൻഡക്റ്റൻസ് ആണ്. ഇവിടെ നമ്മൾ ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് ഇല്ലെന്ന് അസ്യൂം ചെയ്യുമ്പോൾ ഇസഡിൻ എന്ന് പറയുന്നത് എന്തായിട്ട് കൺസ്യൂം ചെയ്യാം, എക്സിനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സിന് പകരം ഇസഡിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി, എൽ ഇസ് ഈക്വൽ ടു 2/ω ഇൻറ്റു, ഇനി ഈ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇസഡിൻ്റെ ഇക്വേഷൻ, ഈ മേളത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഇനി അടുത്തത് കപ്പാസിറ്റൻസ്. ഒരു കപ്പാസിറ്റർ എഫക്റ്റും ഉണ്ട്. ഇൻഡക്റ്റൻസ് എഫക്റ്റ് എന്ന് പറയുന്നതാണ് ഈ രണ്ടറ്റത്തുള്ള ഇൻഡക്റ്റൻസ് എഫക്റ്റേ ഉള്ളൂ. കപ്പാസിറ്റർ എഫക്റ്റ് വരുന്ന എവിടെയാണ്, നടുക്ക്. അതാണ് ഈ പറയുന്നത് ഷോർട്ടഡ് അറ്റ് 2 ends ആൻഡ് ജോയിൻ അറ്റ് ദ സെന്റർ ബൈ എ കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റും ഇവിടെ രണ്ടും നമ്മൾ പറയുന്നത് ഇൻഡക്റ്റൻസ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. അതാണ് എല്ലും സീനെയും നമ്മൾ മോഡൽ ചെയ്യുന്ന ബൈ യൂസിങ് എ കോആക്സിയൽ റിയൻ. അപ്പം കപ്പാസിറ്റൻസ് എഫക്റ്റ് വരുന്നത് ഈ പോർഷനിലും ഇൻഡക്റ്റൻസ് എഫക്റ്റ് വരുന്നത് എൻഡിലുമാണ്. അപ്പോൾ രണ്ട് ഇൻഡക്ടർ എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ട്വൈസ് എന്ന് പറഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു എ ബൈ ഡി. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ πa² ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതായത് ആ ഡിസ്റ്റൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ എ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാ, അതേ നോക്കി ഈ പടത്തിനകത്ത് കാണിച്ചേക്കണം കണ്ടോ. എ എന്ന് പറയുന്നത് എന്താ, ഈ ഡിസ്റ്റൻസ് അല്ലേ, ഇത് 2a ആണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതിയല്ലേ വരുള്ളൂ. അതാണ് πa² എന്ന് എടുത്താണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് വരും, എപ്സിലോൺ πa² ബൈ. ഇനി നമുക്കറിയാം റെസൊണന്റ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേനെ, റെസൊണന്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണ്, എൽ ഒമേഗ ഇസ് ഈക്വൽ ടു 1/c ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, റെസൊണന്റ് കണ്ടീഷനിൽ ഇൻഡക്റ്റൻസും ഈക്വൽ ടു എന്തായിരിക്കും, കപ്പാസിറ്റൻസ് ആയിരിക്കും. അതാണ് നമ്മളൊരു ട്യൂൺ സർക്യൂട്ടിൽ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ നേരത്തെ കിട്ടിയ ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. സോ ദാറ്റ് ഇസ് 2/ω ഇൻറ്റു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ ബൈ എപ്സിലോൺ എൽ എൻ ബി ബൈ എ ടാൻ ബീറ്റ എൽ ഇൻറ്റു, പിന്നെ ഇവിടെ ഒരു ഒമേഗയും കൂടെ ഉണ്ടല്ലോ, ഇൻറ്റു ഒമേഗ ഈക്വൽ ടു 1/c അല്ലേ, സിക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എപ്സിലോൺ πa² ബൈ ഡി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും, 1/എപ്സിലോൺ πa² ബൈ ഡി ഇൻറ്റു ഒമേഗ എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടാൻ ബീറ്റ എൽ എന്ന് പറയുന്ന ടേം മാത്രം കൊണ്ടുവരും. അപ്പം നമുക്ക് എന്ത് വരും, d/ω(a²) ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു റൂട്ട് ഓഫ് എപ്സിലോൺ ബൈ മ്യൂ ഇൻറ്റു 1/ln b/a എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് d ഇൻറ്റു ഇത് 1/റൂട്ട് ഓഫ് മ്യൂ എപ്സിലോണിന് പകരം നമ്മൾ വെലോസിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഈ 1/√μ∈ പകരം എന്ത് കൊടുക്കാം, വെലോസിറ്റി കൊടുത്തൂടെ. സോ യു ഗെറ്റ് ആസ് tan beta L is equal to d into v by omega into a² into ln b/a എന്ന് വരും. ഇതിൽ ഈ ഒമേഗ എന്ന് പറയുന്നതാണ് എന്ത്, ഫ്രീക്വൻസി. അപ്പോൾ ഈ ടാൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ, അതായത് ടാൻ ഫംഗ്ഷൻ ആണെങ്കിൽ the solution to this equation gives
റെസൊണന്റ് ഫ്രീക്വൻസി, അതായത് ഇതിൽ നിന്ന് റെസൊണന്റ് ഫ്രീക്വൻസി കിട്ടും. പക്ഷേ സിൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ടാൻജന്റ് ഫംഗ്ഷൻ, ഈ ടാൻജന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിനകത്ത് എന്താ, ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം therefore a coaxial reentrant cavity can support infinite number of resonant frequencies or modes of oscillation. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്തായിരുന്നു, കൊയാക്സിയൽ റീഎൻട്രന്റ് ക്യാവിറ്റി സപ്പോർട്ട് ചെയ്യുന്നത് ഇൻഫിനിറ്റ്. കാരണം നമ്മൾ സോൾവ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ കണ്ടത് ടാൻ ആണ്. ടാൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ എന്താണ്, ഇറ്റ് ക്യാൻ സപ്പോർട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റെസൊണന്റ് ഫ്രീക്വൻസി. ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നു ഇറ്റ് coaxial reentrant cavity can support infinite number of resonant frequency. Hope it is clear. Thank you.